ശശികല ടീച്ചർ ഓട്ടോ തകർത്തു, രാജഗോപാൽ വടിവാളെടുത്തു, PS ശ്രീധരൻപിള്ള ആക്രമണം നടത്തി എന്നൊക്കെ വിവിധ കേസുകൾ പലയിടങ്ങളിൽ കുത്തിപ്പൊക്കി വരികയാണല്ലോ. ഈ പോലീസ് സ്വയം അപഹാസ്യരാകുന്നു. ഭരണകൂടത്തിന്റെ കയ്യിൽ, അതായത് വെറുതെ ആടിക്കളിക്കടാന്ന് പറഞ്ഞ ചാടിക്കളിപ്പിക്കുന്ന ഒരു പാവ മാത്രമായിട്ട് ഇവിടുത്തെ പോലീസ് മാറി എന്നുള്ളതാണ്. ഒരു ഭരണകൂടത്തിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് നിയമവ്യവസ്ഥ സംരക്ഷിക്കുക എന്നുള്ളത്. അത് സംരക്ഷിക്കേണ്ടത് ഇത്തരം പോലീസ് സംവിധാനത്തിലൂടെയൊക്കെയാണ്. ആ പോലീസ് സംവിധാനത്തെ വെറും ഒരു പാർട്ടിയുടെ പിണിയാളുകളാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും എവിടെയാ സുരക്ഷയുണ്ടാകും? തങ്ങളുടെ രാഷ്ട്രീയമായ അജണ്ട നടപ്പാക്കാനുള്ള വെറും ഒരു ആയുധമായി, വെറും ഒരു ടൂളായി പോലീസിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. ശബരിമല ആചാര സംരക്ഷണ സമയത്ത് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ തോതിൽ അമർഷം ഉണ്ടായിരുന്നതിന്, അവരെ ഇത്തരത്തിൽ വേഷം കെട്ടിക്കുന്നതിന്, അവരെ കൊണ്ട് ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള അമർഷം ഉണ്ടായിരുന്നു. അതിനൊക്കെ പോരാടിയാണ്. അതിന്റെ ഏറ്റവും ഗതികെട്ട അവസ്ഥ എന്താന്ന് വെച്ചാൽ, കാരണം ഒരു ഭരണകൂടം എത്ര താഴാമോ അതിന്റെ പരമാവധി താണതാണ്. അന്ന് ആ സമയത്ത് എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്ക് ക്യാഷ് പ്രൈസും ഗുഡ് സർവീസ് സെന്ററിയും കൊടുത്തു. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഞാനെന്താ പിടികിട്ടാ പുള്ളിയായിരുന്നു? എന്നെ ഓടിച്ചിട്ടാണോ പിടിച്ചത്? അല്ലല്ലോ. ശബരിമലയിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്തു എന്ന കാര്യത്തിന് 10 പേർക്ക് അതില് ഒരാൾക്ക് 1000, ബാക്കിയുള്ളവർക്ക് 500 നാമമാത്രമാണ്. ആ പോലീസുകാരെ അപമാനിക്കുകയാണ് ചെയ്തത്. അവർക്ക് ക്യാഷ് പ്രൈസും ഗുഡ് സർവീസ് സെന്ററിയും കൊടുത്തു എന്ന് പറയുമ്പോൾ എവിടെയാണ് ഒരു ഭരണകൂടം നിൽക്കണമെന്നാണ് ചിന്തിക്കുന്നത്. അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത്. രാജേട്ടനെ പോലുള്ളവര്, അല്ലെങ്കിൽ ശ്രീധരൻപിള്ള സാറിനെ പോലുള്ളവര് ഒക്കെ ഈ കേസുകളിൽ പ്രതിയാക്കി എന്ന് പറയുമ്പോൾ എന്തും ചെയ്യും എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നിയമ പ്രശ്നമല്ല, ഞങ്ങൾക്ക് നീതി പ്രശ്നമല്ല, ഞങ്ങൾക്ക് ജനാധിപത്യ പ്രശ്നമല്ല, ഇതൊന്നും പ്രശ്നമല്ല. ഞങ്ങൾക്ക് തോന്നിയത് എന്തും ചെയ്യും എന്നുള്ള ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. ഇവിടെ ഭരണമുണ്ടോ അതോ പാർട്ടിയുടെ അടിമത്തമാണോ നടക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ സ്വയം ചോദിക്കുന്ന ഒരവസ്ഥ വന്നു. ഇപ്പോൾ എന്തിന് ഇങ്ങനെ ഒരു അജണ്ട? എനിക്ക് തോന്നുന്നത് അത് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പായിരിക്കുമോ കാരണം എന്നുള്ളത്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരത്തെ ഒരു ഡെമോക്രസി നോക്കുന്ന സമയത്ത് അവിടെ ചില വോട്ടുകൾ നിർണായകമാണ്. അപ്പൊ ആ വോട്ടുകൾ പിടിച്ചെടുക്കാൻ ഇപ്പൊ പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ്. അത് നിർത്തിയ സ്ഥാനാർത്ഥിയെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയ്യപ്പന്റെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത മഹാനാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ തെരഞ്ഞെടുത്ത് നിർത്തിയതിൽ തന്നെ അങ്ങനെ ഒരു അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കണം. അതിന്റെ പുറത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ഞങ്ങൾ ഇപ്പോഴും ഇതിന്റെയൊക്കെ പുറകെ തന്നെയാണ്. ഞങ്ങൾ ഇപ്പോഴും സനാതന ധർമ്മത്തെ ഞങ്ങൾ ഇപ്പോഴും ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ ഞങ്ങളാണ് അതിന്റെ ചാമ്പ്യന്മാര്. അതിന്റെ ആ സംരക്ഷകർക്കൊക്കെ എതിരെ ഞങ്ങൾ ഏത് തരത്തിലുള്ള കേസ് കൊടുക്കുക, അത് വന്ധ്യവയോധികരായിക്കൊള്ളട്ടെ, അതിനിപ്പോ ഒരു പക്ഷെ ജനിക്കാത്ത കുട്ടി ആയിക്കൊള്ളട്ടെ, സനാതനധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന എല്ലാവരെയും ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാമോ അതിന്റെ ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന ഒരു സൂചനയാണ് ഈ കേസിലൂടെ നൽകുന്നത്. ഇതിങ്ങനെ 100 കണക്കിന് കേസാണ്, ഇതൊന്നല്ല. നേരത്തെ പറഞ്ഞില്ലേ, വളരെ മോശമായ സാഹചര്യം. ഏതൊക്കെ നമുക്ക് ഒരു കേസ് എടുക്കണതിന് ഒരു മിനിമം ഒരു യുക്തിയെങ്കിലും ഉണ്ട്. എന്തിന്റെ പേരിലാണ് ആ കേസ് എടുക്കുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, 14 ജില്ലയിലും എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും അറ്റ് എ ടൈമാണ് ഞങ്ങളൊക്കെ പ്രതികളാവുന്നത്. അത് ഞാൻ നേരത്തെ തെളിയിൽ പറഞ്ഞു. തൊടുപുഴ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടിച്ച കേസിലെ പ്രതിയാണ് ഞാൻ. എനിക്കതിന് ബുദ്ധിമുട്ടില്ല അങ്ങനെ ഒരു കേസിലെ പ്രതിയാണ്. പക്ഷെ ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ നിന്ന് തല്ലി വാങ്ങി എന്നുള്ളൊരു കേസ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തുമാത്രം മാനക്കേടുണ്ട് അതിൽ? ആ കാര്യത്തിൽ മിനിമം അതെങ്കിലും ഓർത്തൂടെ? സ്വന്തം പാർട്ടി സഖാവാണ്. ആ പാർട്ടി സഖാവിനെ ഞാൻ അടിച്ചു വീട്ടില് എന്നെ കേസിൽ പ്രതിയാക്കുമ്പോൾ നാറുന്നത് ഞാനാണോ അദ്ദേഹമാണോ? അപ്പൊ ഇതുപോലുള്ള നെറികെട്ട കേസുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ചാർജ് ചെയ്ത ആളുകളെയൊക്കെ നോക്കൂ. ഇവരിതിൽ ഏതിലെങ്കിലും തരത്തിൽ പ്രതികളാകുന്നവരോ അല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് കൂടി പോയവര് പോലുമല്ല. എടുത്ത കേസുകളെല്ലാം കള്ളക്കേസുകളാണ്. നാമം ജപിച്ചതിന്റെ പേരിലും അല്ലെങ്കിൽ മറ്റുള്ളതിന്റെ പേരിലും ഒക്കെ എടുത്ത കേസുകളെല്ലാം കള്ളക്കേസുകളാണ്. അതിന്റെ ഏറ്റവും ഇതാണ് ഈ പറഞ്ഞ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു 10-12 പേർക്കെതിരെ എല്ലാ കേസിലും പ്രതിയാക്കുക എന്നുള്ളത്. അത് ഈ കേൾക്കുമ്പോൾ തന്നെ തമാശ എന്ന് തോന്നിപ്പിക്കുന്ന കേസുകളാണ് പലതും. അതൊക്കെ എന്തിനാണ്? നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാനോ? ഇതേ പറഞ്ഞ കണ്ണൂർ ലോറി ഡ്രൈവറുടെ മൊബൈൽ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് ഞാൻ എന്ന് പറഞ്ഞാല് ഈ സമയത്ത് തന്നെ ഇവിടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടിച്ച അതേ സമയത്ത് തന്നെ കണ്ണൂര് ലോറി ഡ്രൈവറുടെ മൊബൈൽ മോഷ്ടിച്ച കേസിൽ ഞാൻ പ്രതിയാണ്. ഇതൊക്കെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ചിരിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇത് പറയായിരുന്നു, ട്രോൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു പറയാമായിരുന്നു. അല്ലല്ലോ, ഇതൊക്കെ ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതല്ലേ. ഇതൊക്കെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഈ തരത്തില്? ഇതാണോ രാഷ്ട്രീയം? രാഷ്ട്രീയ ആദർശം കൊണ്ട് ഏറ്റുമുട്ടണം, അതല്ലേ അതിന്റെ ശരി? ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയം ഉണ്ടാകും, സർക്കാരുടെ രാഷ്ട്രീയം, അതിന് രാഷ്ട്രീയം കൊണ്ട് എതിരുണ്ട്.